ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ ഒരു റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്, അവിൽ മിൽക്ക്. അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കിയെടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ എപ്പോഴും മട്ടരിയുടെ അവിലാണ് നല്ലത്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തതും മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പീനട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്ത പീനട്ടാണ്. അപ്പോൾ അതൊന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത പീനട്ടാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം, ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഇനി വേണ്ടത് നമ്മളുടെ ചെറുപഴമാണ്. അപ്പം ഞാൻ ഒരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് 2 ചെറുപഴം എടുത്തത്. അപ്പോൾ ഈ ചെറുപഴം ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴമെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1 ഗ്ലാസ് പാല് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. തണുത്തിട്ടേ ഉള്ളൂ, ഫ്രീസ് ആയിട്ടില്ല. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാൻ പറ്റാത്തവർക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നൂടെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പീനട്ടും കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം മിക്സ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ചുകൂടെ അവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ഹോർലിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ബൂസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളുടെ പഴം മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം മിക്സ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് അവിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പീനട്ടും കാഷ്യൂ നട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അവിൽ മിൽക്ക്. ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് വാനില ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. വിശപ്പ് മാറിക്കിട്ടും, ദാഹവും മാറിക്കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.